തമിഴ്നാട്ടിൽ അധികാരത്തിലേറിയ ആദ്യ ദിനങ്ങളിൽ കയ്യടി നേടി മുഖ്യമന്ത്രി വിജയ്. ആദ്യം മദ്യവിൽപ്പനശാലകൾ പൂട്ടിച്ച് കടുത്ത നിയന്ത്രണം കൊണ്ടുവന്ന മുഖ്യമന്ത്രി തൊട്ടു പിന്നാലെ പുറപ്പെടുവിച്ച ഉത്തരവാണ് ഇപ്പോൾ കയ്യടി നേടിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അധ്യാപകർക്കുമുള്ള ക്ഷാമബത്ത നിലവിലുള്ള 58% നിന്നും 60% വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വിജയുടെ അധികാരത്തിലുള്ള സർക്കാർ. അത്തരത്തിലൊരു ഉത്തരവാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ വില വർധനവിന് 2026 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യമുണ്ടാകുമെന്നാണ് ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്നതും ഏറെ ആഹ്ലാദം നൽകുന്നതുമായിട്ടുള്ളതാണ് ഈ ഉത്തരവ്. ഏകദേശം 10 ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിന്റെ നേരിട്ട് ഗുണഭോക്താക്കളാകുമെന്നാണ് കരുതുന്നത്. തമിഴ്നാട് സംസ്ഥാനത്ത് ഏകദേശം 16 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കൊക്കെ ഇത് ഗുണഫലമാകും കരുതുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർ എന്നിവർക്ക് ഇതിന്റെ പ്രയോജനം കിട്ടും. തീരുമാനം നടപ്പിലാക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാരിന് പ്രതിവർഷം 1230 കോടി രൂപയുടെ അധിക ചെലവ് കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുള്ള മാർഗങ്ങൾ നിലവിൽ സർക്കാർ കണ്ടുപിടിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷേമമാണ് നിലവിൽ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കണക്കിലെടുത്താണ് ഈ അധിക തുക അനുവദിച്ചിരിക്കുന്നതെന്നും വിജയ് വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത വർദ്ധിപ്പിച്ചതിന് പിറകെയാണ് സംസ്ഥാന ജീവനക്കാരുടെയും ക്ഷേമം മുൻനിർത്തി തമിഴ്നാട് സർക്കാർ ഇത്തരമൊരു സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി ജനങ്ങളെ കയ്യിലെടുക്കാനും സർക്കാർ ഉദ്യോഗസ്ഥരെ തൃപ്തിപ്പെടുത്താനും അധ്യാപകരടക്കമുള്ളവരുടെ പങ്ക് അത് ഊട്ടിയുറപ്പിക്കാനും വേണ്ടി തന്നെയാണ് ഇത്തരമൊരു നിർണായകമായ നീക്കം നടത്തിയിരിക്കുന്നത്. സംസ്ഥാന ജനസമ്പർക്ക വകുപ്പാണ് ഈ ഉത്തരവ് പുറത്തുവിട്ടത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.